പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ ഏറ്റവും മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദൈവാരാധന. പലപ്പോഴും പല സഹോദരങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അച്ഛാ എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ഒന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ തിരക്കുകളുടെ ഇടയിലും ഞാൻ മാറ്റിവെക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കുടുംബത്തിൽ ആരെങ്കിലും ഒരു പുതിയ ആളുകൾ കയറി വന്നു, നിങ്ങൾ എന്ത് മാറ്റിവെക്കുന്നത്? ഭക്ഷണം മാറ്റി വെക്കുമോ? നല്ല കോഴിയിറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ? ആ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, ക്ഷീണിച്ചു, അവസാനം എന്ത് മാറ്റിവെക്കും? നമ്മുടെ കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കും. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. അന്ന് ബൈബിൾ വായിക്കാൻ സമയമില്ല, വ്യക്തിപരമായിട്ട് പ്രാർത്ഥന ചെയ്യാൻ സമയമില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ച് ദൈവത്തെ പോലും മറന്ന് നമ്മൾ സന്തോഷിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവ ആരാധന എന്നാൽ, ദൈവത്തെ സ്തുതിക്കുക എന്നാൽ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അതിനു വേണ്ടി നിയോഗിച്ച വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവുള്ളപ്പോൾ മാത്രമേ നമ്മളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം വരത്തുള്ളൂ. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണമായിട്ടും യേശുവിനെ സമർപ്പിച്ച് സ്തുതിക്കുവാനായിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ അറിവോടെ, പൂർണ്ണ സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കുക. ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിട്ടുതരുവാനായിട്ട് ഫറവോയോട് ദൈവം മോശയിലൂടെ ആവശ്യപ്പെടുമ്പോൾ പറയുന്ന വചനങ്ങൾ ഇതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഫറവോയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത് ഇതാണ്. എന്താ വായിച്ചു നോക്കിയേ? കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു. ജീവനോടെ വായിച്ചേ. ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കുവാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവനും നീ വിട്ടയക്കുക. അവർക്ക് പുതിയ വീട് വെക്കാൻ വേണ്ടിയാണോ ദൈവം വിടാൻ പറഞ്ഞത്? അതെയോ? അല്ല. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയാണോ? അല്ല. ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. ഇത് പല വചനങ്ങളുടെ പിന്നീടും ഫറവോയുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ദൈവം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് ഇസ്രായേൽ ജനം. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പുതിയ ഇസ്രായേൽ ജനമാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും പുതിയ ഇസ്രായേൽ ജനമാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ ആ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ, ഇന്ന് ഓരോ യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്ന ജനത്തോട് കർത്താവ് ഇതേ വചനം തന്നെ പറയുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരാണ്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം എടുത്തു നോക്കിയേ. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-10 വചനങ്ങൾ. ഈ വചനത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇസ്രായേൽ ജനമാണ്. 1 Peter chapter 2 verse 9-10 വായിച്ചു നോക്കിയേ. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനതയുമാണ്. അടുത്ത വായിച്ചു നോക്കിയേ. അതിനാൽ തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിൽ നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. നോക്കിക്കേ, ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഓർപ്പിച്ചതുപോലെ തന്നെ
പത്രോസ്ലീഹ ഇന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്, മക്കളെ, നിങ്ങൾ ഓരോരുത്തരും, നിന്റെ കുടുംബം, നിന്റെ വ്യക്തി ജീവിതം, തിരുസഭ, അത് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് യേശുക്രിസ്തുവിനെ അറിയാം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നിനക്കെന്ന് യേശുക്രിസ്തുവിനെ അറിയാം, അത് ചെറിയ കാര്യമല്ല. കഴിഞ്ഞ മാസത്തിൽ അഭിവന്യ പ്രിൻസ് പിതാവ് വന്നപ്പോൾ പറഞ്ഞില്ലേ, 100 ആയിരക്കണക്കിന് പേർക്ക് യേശുക്രിസ്തു ആരാണെന്ന് അറിയത്തില്ല. വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അവർ യേശുക്രിസ്തുവിനെ സാറെന്നൊക്കെയാണ് വിളിക്കുന്നത്. അറിയാത്ത, യേശുക്രിസ്തുവിനെ ആരാധിക്കണമെന്നുള്ള അറിവില്ലാത്ത ജനത. യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രം കണ്ടാൽ ഇത് യേശു ആണെന്നുള്ള തിരിച്ചറിവില്ലാത്ത ജനത. ഒരു ദൈവാരാധന നടക്കുമ്പോൾ ഇത് ദൈവാരാധനയാണെന്ന് തിരിച്ചറിവില്ലാത്ത ജനത. അവിടെ നമ്മൾക്ക് ദൈവാരാധന എന്താണ്, പ്രാർത്ഥന എന്താണ്, യേശു ആരാണ്, ദൈവം ആരാണ് എന്ന് നമ്മളെ ദൈവം പഠിപ്പിച്ച് തിരഞ്ഞെടുത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് ഇതിനെ കാണരുത് പ്രിയപ്പെട്ടവരെ. കാരണം ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അനേകം ജനത ലോകത്തിലുണ്ട്. ഇന്ത്യയിലെ മനുഷ്യന്മാരുണ്ടാവും, ചൈനയിലെ മനുഷ്യന്മാരുണ്ടാവും, ആഫ്രിക്കയിലും മറ്റൊരു കോണ്ടിനെൻറ്റിലും എല്ലായിടത്തും മനുഷ്യന്മാരുണ്ട്. പക്ഷെ അവിടെ നിന്നല്ല, ഒരു ജനത്തെ മാത്രം ദൈവം തിരഞ്ഞെടുത്ത് പറയുകയാണ്, നിങ്ങൾ യഹോവയായ ദൈവത്തെ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം, പ്രിയപ്പെട്ടവർ. അപ്പോൾ മാത്രമേ ആരാധന, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കത്തുള്ളൂ. നമ്മൾ മാറ്റി, ഇപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു നല്ല ജോലി ദൈവം നൽകിയെന്ന് വിചാരിക്കുക. ഈ ദൈവത്തിന് നല്ല ജോലി നിങ്ങൾക്ക് തരുവാൻ സാധിക്കുമെങ്കിൽ ആ ജോലി ചെയ്യുവാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ച കമ്പനി അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെ നിർദ്ദേശം നൽകി കഴിയുമ്പോൾ അത് ചെയ്യുവാനായിട്ട് നിങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ്. ഇതുപോലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ ആരാധിക്കണം, ഉറക്കെ വിളിക്കണം. കർത്താവിനെ നമ്മൾക്ക് എപ്പോഴാണ് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുന്നത്? നമ്മളൊരു വ്യക്തിയെ കൂടുതൽ അറിയുമ്പോൾ. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ വാട്സാപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ മറ്റേ നമ്മുടെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെ എത്രയോ കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള നിങ്ങളുടെ നാട്ടിലത്തെ ആ കുഗ്രാമത്തിലുള്ള ഇടുക്കി അല്ലെങ്കിൽ ഹൈ റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ സ്ഥലം നിങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങളത് കൊണ്ടിട്ട് ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മറ്റു സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഇത് ലോകത്തിലത്തെ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. അപ്പം ഇതിനെക്കുറിച്ച് കേൾക്കാത്ത മനുഷ്യന്മാർ പോലും എന്ത് ചെയ്യും? വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകും. ഒരവധിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പോയിട്ടില്ല, നിങ്ങൾ പഴയ ഇതിങ്ങനെയൊക്കെയുള്ള കുറേ ഹോട്ടലിലൊക്കെ നല്ല ഭക്ഷണം കിട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടി പിടിച്ച് പോകുന്ന മലയാളികൾ അവധിക്കാലത്ത് പോകുമ്പോൾ ആ ഹോട്ടലിലെ ഭക്ഷണം നല്ലതാണെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകും. ഇതുപോലെ നമ്മൾ കുറേ കാര്യത്തെ നമ്മളിന്ന് ആവശ്യമില്ലാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കാം, ശരിയാണ്. പക്ഷേ ഇതുപോലെ ഒരു പ്രൈസിങ് അല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. നമ്മൾ നല്ലതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറേ പേർ അങ്ങോട്ട് പോകുന്നു. ദൈവം നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിയണം. ദൈവം നല്ലവനാണെന്ന് നമ്മൾ സ്തുതിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട്, പ്രാർത്ഥനയായിട്ട് നമ്മളിൽ നിന്ന് മാറും. അന്ന് നിങ്ങൾക്ക് ഒന്ന് കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അന്ന് നിങ്ങൾക്കൊരു ജപമാല ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഒരു ചെറിയ നൊമ്പരം നിങ്ങളുടെ ജീവിതത്തിൽ വരും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് 34-ാമത്തെ സങ്കീർത്തനം 34:8 വചനം പറയുന്നത്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ഈ രുചിച്ചറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ദൈവത്തെ അതുപോലെ
പ്രകീർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത് വെച്ച മാറ്റി നിർത്തിയ ജനം ദൈവത്തെ വാക്കിൽ, പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ, മനസ്സിൽ എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ പ്രായമായെന്ന് വിചാരിക്കുക. ആ പ്രായമായ മാതാപിതാക്കൾ അവർ ഒരു അവസ്ഥയിൽ അവർ കിടക്കുമ്പോൾ മക്കളെ വിളിക്കുകയാണ്. അപ്പം മക്കൾക്ക് പറയുകയാണ്, അപ്പ എനിക്കിപ്പോൾ വരാൻ സമയമില്ല, ഭയങ്കര തിരക്കാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ആ അപ്പൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനത്തെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ജനത്തെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ 103 അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ വായിച്ചു നോക്കിയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 അധ്യായം 1-2 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ സമയത്തും കർത്താവിനെ സ്തുതിക്കണം. ഉറക്കെ വായിച്ചു നോക്കിയേ. എൻ്റെ ആത്മാവേ വാഴ്ത്തുക, അവിടുത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ വാഴ്ത്തുക, അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മഹത്വം എടുക്കാതിരിക്കുക. എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് നേടുന്നോ? നീ എപ്പോഴോ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കാര്യത്തിന് വേണ്ടി. അതിനുള്ള ഉത്തരം കർത്താവ് നൽകിയതാണെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് വചനം പറയുന്നത്, നിന്റെ അന്തരംഗമേ, എൻ്റെ ഹൃദയമേ, നീ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുക. നമ്മൾ ചിന്തിച്ചു വയ്ക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് മറന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥിച്ച് മറന്നു പോയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ദൈവം തന്നെ നമുക്ക് വേണ്ടി അത് ഫലങ്ങളായിട്ട് നൽകിയിട്ടുണ്ടാവും. അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിനക്ക് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത്. എന്താ പറഞ്ഞത്? നിനക്ക് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത്. അപ്പോൾ അതിനെപ്പറ്റി ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. കുടുംബത്തിന് ഒരു നല്ലൊരു ജോലി കിട്ടി, ഒരു നല്ല വണ്ടി മേടിച്ചു, ഒരു നല്ല ഭവനം കിട്ടി, കുഞ്ഞുങ്ങൾക്ക് നല്ല പരീക്ഷ കിട്ടി. അതപ്പോൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ അയക്കാൻ വേണ്ടി അല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കണം. പള്ളിയിൽ പോയിട്ട് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് പൂർണ്ണമായിട്ടും മഹത്വം കൊടുത്തു നോക്കി. കർത്താവ് വാരിക്കോരി വീണ്ടും 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 തരും. ഈ തോബിത്തിനെയും തോബിയാസിനെയൊക്കെ നിങ്ങൾക്കറിയാം. തോബിത്തിൻ്റെ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒത്തിരിയേറെ കുടുംബജീവിതത്തിലേക്ക് ആവശ്യമുള്ള കുറേയേറെ കാര്യങ്ങൾ കർത്താവ് അവിടെ നൽകുന്നുണ്ട്. തോബിത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാം. തോബിത്തിൻ്റെ കണ്ണിലെ കാഴ്ച പോയി. അവസാനം തോബിയാസ് എന്ന് പറയുന്ന റഫായേൽ മാലാഖയെ കർത്താവ് അയക്കുക. ആ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹം നൽകുവാനായിട്ട് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനകൾ എത്തുമ്പോൾ ഈ റഫായേൽ മാലാഖയെ തോബിത്തിൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് അയക്കുകയാണ്. അപ്പോൾ ഈ മാലാഖ വന്നു കഴിയുമ്പോൾ, റഫായേൽ മാലാഖ വന്നു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തോബിയാസിനെയും കൂട്ടിക്കൊണ്ടുള്ളൊരു യാത്രയുണ്ട്. തോബിയാസിനെയും കൂട്ടി യാത്ര പോയി കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മകന് വേണ്ടി പ്രത്യേകിച്ച് സാറായുമായുള്ള വിവാഹം പിന്നീട് നടക്കുന്നു. 7 പേരാൽ വധിക്കപ്പെട്ട ഭർത്താക്കന്മാർ വധിക്കപ്പെട്ട ആ സ്ത്രീയുമായിട്ടുള്ള വിവാഹം തോബിയാസിന് നടക്കുന്നു. അതിനുശേഷം തോബിത്തിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഇതൊക്കെയാണ് കഥ. നിങ്ങൾ വായിച്ചിട്ടുള്ള തോബിത്തിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ റഫായേൽ മാലാഖ ഈ തോബിത്തിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. തോബിയാസിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 12 അധ്യായം അതിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ വായിച്ചു നോക്കി. തോബിത്തിൻ്റെ പുസ്തകം 12 അധ്യായം അതിൻ്റെ 6 മുതലുള്ള വചനങ്ങളിൽ വചനം ദൂതൻ പ്രകാരം റഫായേൽ മാലാഖ ഇപ്രകാരം പറയുകയാണ്. വായിച്ചു നോക്കിയേ. ദൂതൻ ഉറക്കെ വായിച്ചേ. രഹസ്യമായി വിളിച്ചു പറയുകയും ചെയ്യുവിൻ, നന്മയെ പ്രതി അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ആ വചനത്തിന് വല്ല അർത്ഥമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു കുടുംബത്തിന് ഒരു ദൈവം നൽകിയ കൃപയെ പ്രതി നീ സകല ജനത്തിൻ്റെയും സകല ജീവജാലങ്ങളുടെയും മുൻപിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക.
ഇപ്പം ഇവിടെ വന്നിട്ട് 1-2 പേര് സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനു വേണ്ടിയാണ് ഇത്? പലപ്പോഴും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും പൊതു സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ തോബിത്തിൻ്റെ അടുത്ത് റഫേൽ മാലാഖ പറയാം, മക്കളുടെ അടുത്ത് തോബിയാസിൻ്റെ അടുത്തൊക്കെ പറയാണ്, മക്കളെ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. സകല ചുമ്മാ പോയിട്ട് പറഞ്ഞാൽ പോരാ, നിങ്ങൾ സകല ജനത്തിൻ്റെയും സകല ജീവജാലങ്ങളുടെയും മുൻപാകെ നീ സാക്ഷ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ പോയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ കുർബാന മാറണമെന്ന്. അല്ലാതെ ആ കുർബാനയുടെ ആ പ്രസംഗം കഴിഞ്ഞിട്ട് അവസാനത്തെ എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് തല കാണിക്കാൻ പോകുന്ന കുറേ ആ പരിപാടിയല്ല പറയുന്നത്. ചടങ്ങിന് വേണ്ടി പോകുന്ന പരിപാടി അല്ലിത്. വചനം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, തോബിയാസിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയേ, 12:6 വരെ വായിച്ചു നോക്കിയേ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക, നന്ദി അർപ്പിക്കുക. നോക്കിക്കേ, അടുത്ത വായിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വവും നൽകുന്നത് ഉചിതമത്രേ. കണ്ടോ, ഒരു ദൈവദൂതൻ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കുക, നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്യണം. നീ സകലരുടെയും മുമ്പിൽ പോയിട്ട് നമ്മളൊരു വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, എന്തിനാ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? അപ്പം നമ്മൾ പറയണം, അസാധ്യമെന്ന് തോന്നിയ ഈ കാര്യം കർത്താവ് എനിക്ക് നടത്തി തന്നു, അതുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുക. അവിടെ നിന്റെ പ്രാർത്ഥന ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. നിന്റെ വിശുദ്ധ ബലി ഒരു സാക്ഷ്യ ബലിയായിട്ട് മാറുകയാണ്. ദൈവത്തെ ആരാധിക്കുക. നീ എവിടെ? നിന്റെ നൊമ്പരത്തിൽ നിന്ന് നീ ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇവിടെ നമ്മൾ സ്തുതിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരങ്ങളടിച്ച് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ആരാധിക്കുന്നതിലൂടെയാണ്, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതെയാവുക. ദൈവത്തെ ആരാധിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 110 അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 110 അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാ, വായിച്ചു നോക്കിയേ. കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. ദൈവത്തെ ആരാധിക്കുക. കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ആ പള്ളിയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ച് നോക്കിക്കേ, ദൈവം ഇറങ്ങി വരും. ഇതിനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി അവസാനത്തെ കണ്ണിയായിട്ട് പല ക്രിസ്ത്യാനികളും ഇന്ന് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഓടി, എല്ലാ വാതിലുകളും മുട്ടി, എന്നിട്ട് അവസാനത്തെ കണ്ണിയായിട്ടാണ് നമ്മളിന്ന് ദൈവത്തെ കാണുന്നത്. പക്ഷെ ദൈവം പറഞ്ഞ എന്താണ്? നീ എൻ്റെ പാദപീഠത്തിൽ നിന്നെ ഞാൻ ആക്കി തരും. എന്താ ചെയ്യേണ്ടത്? നീ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക, കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക. കർത്താവ് അവിടെ ഇറങ്ങി വരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് 1906 ഇന്തോനേഷ്യയിൽ അവിടെ ഒരു അവിടെ നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ ഒത്തിരി ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെയുള്ള ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എർത്ത്ക്വേക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്, സുനാമികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ ഒരു അച്ഛനെ വിശുദ്ധ കുർബാന അർപ്പിച്ച് രാവിലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജനം മുഴുവൻ ഇങ്ങനെ ഓടി വരികയാണ്. അല്ലെങ്കിൽ പറയുകയാണ്, അച്ഛാ വലിയ സുനാമി വരുന്നു, വലിയ സുനാമി വരുന്നു. പ്രിയപ്പെട്ടവരെ,
ഫാദർ ജെറാഡോ എന്ന് പറയുന്ന ഈ അച്ഛന് വിശുദ്ധ കുർബാന കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുന്ന നേരമാണ്, പള്ളിയിലേക്ക് തിരിയുന്ന നേരമാണ്. അപ്പോഴത്തേക്കും ഈ ഒച്ചയും ബഹളവും പ്രകൃതിക്ഷോഭം മനസ്സിലായിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ അച്ഛന് മനസ്സിലായി നശിക്കാൻ പോവുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ സക്രാരിയിലുണ്ടായിരുന്ന വിശുദ്ധ കുർബാന മുഴുവനും എടുത്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കൺസ്യൂം ചെയ്തു. അതിനുശേഷം അദ്ദേഹം ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ പുറകെ വരിക. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ കുർബാന എടുത്ത് ഇദ്ദേഹം ഇങ്ങനെ ദിവ്യകാരുണ്യത്തിനെ എഴുന്നള്ളിച്ച് വെക്കുന്ന അരുളിക്കിലേക്ക് വെച്ചു. അതിനുശേഷം ഈ ജനത്തെയും കൂട്ടിക്കൊണ്ട് കടലിന് നേരെ നടന്ന് വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടലിനെ ശാസിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നെ ചരിത്രമാണ്. ഉയർന്നു വന്ന തിരമാലകൾ അവിടെ താഴ്ന്നു പോവുകയാണ്. വൺ ഓഫ് ദ ഒരു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു യൂക്രിസ്റ്റിക് മിറക്കിളായത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെ മുൻപിലും ദൈവത്തിന് ആരാധന കൊടുത്ത് ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ദൈവം അവിടെ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. നിന്റെ രോഗത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും. സുനാമി പോലെ വന്ന പ്രശ്നം അവിടെ ഇല്ലാതെയാവും. സുനാമി പോലെ വന്ന പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതെയാവും. സങ്കീർത്തനം 32:6 എൻ്റെ ഓർമ്മ. വായിച്ചു നോക്കി, 32:6 എൻ്റെ ഓർമ്മ. വായിച്ചു നോക്കി, സങ്കീർത്തനം 32:6 അവിടെ വായിച്ചു നോക്കിയേ. ആകയാൽ ദൈവഭക്തർ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. ദൈവ ആരാധനയ്ക്ക് ദൈവത്തെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കുന്നവര് കുടുംബത്തിലേക്ക് പ്രശ്നം വരുത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിടത്തോളം കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന നമുക്കിന്ന് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലുള്ള അടിമത്തങ്ങൾ മാറിപ്പോകുന്നില്ല. എന്തുകൊണ്ടാ? ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. ദൈവസന്നിധിയിൽ പോയിട്ട് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. നമ്മളിലുള്ള അടിമത്തങ്ങൾ വീണ്ടും അടിമത്തത്തിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 34-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ അടിമത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനെ വിളിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒത്തിരിയേറെ വെളിപാടുകൾ നൽകിയിട്ടുണ്ട്. 2000 കാലഘട്ടങ്ങളിൽ ഫാദർ മാർക്ക് ഡാനിയേൽ എന്ന് കൃപി എന്ന് പറയുന്ന ഒരു അച്ഛന്, അദ്ദേഹത്തിന് ഇൻസിനുജേസു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ കർത്താവ് നൽകിയ പ്രൈവറ്റ് റെവലേഷൻ സഭ അംഗീകരിച്ചിട്ടുണ്ട്. ആ ഒരു പുസ്തകത്തിൽ 2008 ഫെബ്രുവരി മാസം 10-ാം തീയതി അദ്ദേഹത്തിന് കൊടുത്ത പ്രൈവറ്റ് റെവലേഷനിൽ അതിൽ കണ്ണികർ ഇപ്രകാരം പറയുന്നത്, ദൈവാരാധനയെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ്. വെൻ ക്രൈസ്റ്റ് സ്പീക്സ് ടു ഹാർട്ട് എന്നാണ് ഇൻസിനുജേസ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. എനിക്കൊന്ന് ഈ പുസ്തകം നമ്മുടെ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ നൽകിയ ഒരു വൈദ്യനിലൂടെ സഭയ്ക്ക് നൽകിയ ഒത്തിരിയേറെ വെളിപാടുകളുള്ള ഒരു പുസ്തകമാണത്. അതിൽ ഇങ്ങനെയാണ് ഈശോ പറയുന്നത്. ആരാധനയെക്കുറിച്ച് ഈശോ പറയുന്ന മറ്റൊരു കാര്യം കൂടി രാത്രി ആരാധനയുടെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ നൈറ്റ് വിജില് പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് നൈറ്റ് വിജില് ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു മടുപ്പാണ്. നൈറ്റ് വിജിലിന് പോവുക, ഇല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന് പോവുക, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുക, നമുക്കതൊക്കെ ഒരു മടിപ്പാണ്. പക്ഷേ ദൈവാരാധനയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, അവിടുന്ന് പറയും, ഈശോ പറയുന്നു, രാത്രിയിൽ എൻ്റെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഉണർന്നിരിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവയ്ക്കപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ പിതാവിനോടുള്ള എൻ്റെ നിശാജാഗരണത്തെ അനുകരിക്കുന്നു. യേശുക്രിസ്തു ഗെത്സമനിൽ പ്രാർത്ഥിച്ചതിന് തുല്യമാണ്. യേശുക്രിസ്തു പിതാവിനോട് ഗെത്സമനി വെച്ച് പ്രാർത്ഥിച്ച ഈ പുസ്തകമാണത്, ഈ പുസ്തകത്തിലുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെയാണ് നമ്മൾ ജാഗരണ പ്രാർത്ഥന, രാത്രിയിൽ ഉണർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥമുണ്ടെന്നേ. അല്ലാതെ ചുമ്മാ വേറെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല ഈ ജാഗരണ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത്. മാസത്തിലൊരിക്കലും ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ എവിടേക്കിലേക്ക് നടക്കുമ്പോൾ നമ്മളൊന്ന് പോകണം. കുറച്ച് നേരം ഉണർന്നിരുന്ന് ആ കുഞ്ഞുങ്ങളെയും കൂട്ടി ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ.
നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമല്ല ദൈവ ആരാധന എന്നർത്ഥം. നമ്മളെന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് കാല് നീട്ടി ഇരിക്കാൻ തക്ക പ്രായമാകുമ്പോൾ, ഈ കാലമാകുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ ഇരിപ്പിൽ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും. കർത്താവിൽ നിദ്ര പ്രാപിക്കും കുറേ പേര്. അതല്ല, കർത്താവിന് നമ്മൾ ഏറ്റവും ജീവനുള്ളപ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. വചനം പറയുകയാണ് പ്രിയപ്പെട്ടവർ, നമ്മൾ അതുപോലെ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് അവിടെ ഇറങ്ങി വരും. അവിടെ ഇറങ്ങി വരുമെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറും. ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റും. ദൈവാത്മാവ് മാറ്റുന്നതാണ്, അല്ലാതെ ആ പ്രാർത്ഥനയുടെ ശക്തിയോടെ വെളിപ്പെടുന്നതാണ്. മോശ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. പ്രിയപ്പെട്ടവരെ, മോശ ഒരു മനുഷ്യനെ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്ഷിപ്ര കോപിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് മോശ. എന്ത് കോപിയാണ്? പെട്ടെന്ന് കോപിക്കുക, പെട്ടെന്ന് കോപം വരിക, ദേഷ്യം വരിക. ഇപ്രകാരം കോപം വരുന്ന ഒരു വ്യക്തിയാണ് മോശ. ഈ മോശ അങ്ങനെ ചെയ്താണ് ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. പക്ഷേ ഈ മോശ എന്ന് പറയുന്ന മനുഷ്യന് പിന്നീട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മലമുകളിലേക്ക് കയറിപ്പോവും. സീനായ മലമുകളിലേക്ക് കയറിപ്പോവും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനം. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ വായിച്ചു നോക്കിയേ. മോശ, ഉറക്കെ വായിച്ചേ. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ മലമുകളിൽ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ ഫലങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ ഫലകങ്ങളിൽ എഴുതി. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മോശ 40 രാവും 40 പകലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മോശ. ഇത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങി വരും. 30-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. 34-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. അവിടെ ഇറങ്ങി വരുമ്പോൾ അഹറോനും ഇസ്രായേൽ ജനവും വായിച്ചു നോക്കിയേ. മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കുവാൻ അവർ ഭയപ്പെട്ടു. ദൈവാരാധന കഴിഞ്ഞ് വരുന്നവനെ കണ്ടാൽ അറിയാമെന്നർത്ഥം. ആ ഇടിമിച്ച മുഖമൊക്കെ അങ്ങ് മാറും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? ജോസ് ബ്രദറിനൊക്കെ അറിയാം. അതായത് നമ്മൾ 5 ദിവസത്തെ ധ്യാനം, ഇല്ലേ 3 ദിവസത്തെ ധ്യാനമൊക്കെ സംബന്ധിക്കുന്ന മനുഷ്യരുടെ മുഖം ഞാൻ പറയും, നിങ്ങൾ ഇപ്പോഴൊരു ഫോട്ടോ എടുത്ത് വെച്ചോ, ധ്യാനം കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമായിരിക്കും. 100-നും 10-നും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് അങ്ങോട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖം ശരീരപ്രകൃതി തന്നെ അങ്ങോട്ട് മാറും. വലതേറെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങോട്ട് തിളങ്ങും. പിന്നെ നമുക്ക് എന്താ, മറ്റേ രാവിലെ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന നല്ല പെയിൻ്റ് അടി പരിപാടിയൊന്നും വേണ്ട. മുഖമൊക്കെ അങ്ങോട്ട് തിളങ്ങും. എത്ര മണിക്കൂറുകളാണ് കണ്ണാടി മുമ്പിൽ നിന്നുകൊണ്ട് പെയിൻ്റ് അടിക്കുന്ന ചേച്ചിമാരൊക്കെ ചിലപ്പോൾ. ഒന്നും ആവശ്യമില്ല, കർത്താവിനെ ആരാധിച്ചാൽ മതി, കർത്താവിനെ ആരാധിച്ചാൽ മതി. വലതേറെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 34-ാം അധ്യായത്തിന് തന്നെ 35-ാമത്തെ വചനം വായിച്ചേക്ക്. 35-ാമത്തെ വചനം വായിച്ചേക്ക്. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് വരെ മോശ മുഖം എന്തിനാ? ജനത്തിന് ഈ മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. കാരണം തിളക്കം, വെളിച്ചം കൊണ്ട് അവർക്ക് നോക്കാം. അപ്പം ഒരു വെയിലിട്ടിരിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ ശരീരം, നിന്റെ ജീവിതം തിളങ്ങണം. ഇരുന്ന് ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കുക. അത് വീട്ടിലായാലും പള്ളിയിലായാലും കരങ്ങൾ ഉയർത്തി യേശുവേ 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 ഒരു ആഴ്ചയിൽ 2-3 മണിക്കൂറൊക്കെ ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്കി. ജീവിതം മാറും. ഇത് ദൈവസന്നിധി വെച്ച് അച്ഛൻ പറയുന്ന കാര്യമാണ്, കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. ദൈവത്തെ നിങ്ങൾക്ക് ഇപ്പം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കുറേ വാക്കുകളൊന്നും കിട്ടത്തില്ല. ഈശോയുടെ മുമ്പിൽ നിന്ന് ഇരുന്നാൽ മതി. അവിടുത്തെ നോക്കിയവർ പ്രക്ഷോഭിതരായി എന്നാണ് വചനം പറയുന്നത്. അവിടുത്തെ നോക്കിയവർ നമ്മൾ പ്രക്ഷോഭിതരാകും. വലതേറെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും നമ്മുടെ സ്വഭാവം മാറുന്നത്.
നമ്മളിൽ നിന്ന് വിട്ടുപോകാത്ത കുറേയേറെ പ്രശ്നങ്ങളില്ലേ? വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ? ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം, അല്ല നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ദൈവസന്നിധിയിൽ നീ ആയിരിക്കും. അതാണ് നമ്മൾ 110 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു. നീ എൻ്റെ സന്നിധിയിലായിരിക്കുക, നീ എൻ്റെ പാദപീഠത്തിലായിരിക്കുക, അപ്പം നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരാം. വലതേറെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ള സമയം, വിശുദ്ധ ഫ്രാൻസിസ് ഡെയിൽ സേസ് എന്ന് പറയുന്ന വിശുദ്ധനുണ്ട്. ഈ വിശുദ്ധൻ്റെ പ്രത്യേകത, അദ്ദേഹം പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കോപിച്ചപ്പോൾ അദ്ദേഹം അടുത്ത് നിൽക്കുന്ന ഒരു സെമിനാരിക്കാരൻ്റെ നേരെ ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ആ സെമിനാരിക്കാരനെ പിടിച്ച്, അദ്ദേഹം സെമിനാരി പഠിക്കുന്ന കാലഘട്ടമായിരുന്നു, സെമിനാരിക്കാരനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഈ ഫ്രാൻസിസ് ഡെയിൽ സെയിൽസ് മനസ്സിലായി, തൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് കോപിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരിക. അതുകൊണ്ട് ഞാനിങ്ങനെ പോയാൽ ഒരു അച്ഛനായാൽ ഇടവക്കാരെന്നെ പ്രതി കഷ്ടപ്പെടും. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ? ഈശോയുടെ മുമ്പിൽ പോയിട്ട്, ദിവ്യകാരത്തിന് മുമ്പിൽ പോയിട്ട് ഇദ്ദേഹം കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നിലുള്ള ഈ പ്രശ്നമൊന്ന് കർത്താവെ എടുത്തു മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, സഭ പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് ഡെയിസിനെ വിശേഷിപ്പിക്കുന്നതാണ് സഭയിലെ തന്നെ ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വിശുദ്ധൻ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തന്നെ ട്രാൻസ്ഫിഗറേഷൻ ഇല്ലെങ്കിൽ രൂപാന്തരീകരണ സ്റ്റോറി നമ്മൾ വായിക്കാറില്ലേ? ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും. താബോർ മലയുടെ മുകളിൽ പോയിട്ട് ഈശോ രൂപാന്തരപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയുടെ ശരീരം വെണ്ണയുള്ളതായി ജനങ്ങൾക്ക് നോക്കാൻ പറ്റി. പക്ഷെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈശോയുടെ ശരീരം തന്നെ മാറുന്നത് എപ്പോഴാണ്? ലൂക്കായുടെ സുവിശേഷം തന്നെ 9-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം വായിച്ചു. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:29 വായിച്ചു നോക്കിയേ. യേശു ഉറക്കെ വായിച്ചേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. യേശു ദൈവപുത്രനാണ്, ഇല്ലെങ്കിൽ ദൈവമാണ്. ആ ദൈവ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറി, ഇല്ലെങ്കിൽ ഈശോയ്ക്ക് തന്നെ മാറ്റപ്പെടാം. പക്ഷേ ഈശോ പ്രാർത്ഥിച്ചു, ദൈവസാന്നിധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചു, ആ ദൈവത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. നമ്മുടെ ശരീരം മാറണമെങ്കിൽ, നമ്മുടെ ചിന്തകൾ മാറണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയിലുള്ള മരവിപ്പ് മാറണമെങ്കിൽ, നമ്മുടെ അടിമത്തങ്ങൾ മാറണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ പോയിട്ട് ചുമ്മാ ഒന്നിരുന്നാൽ മതി. അതൊരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഒരു ചലഞ്ചിങ് പരിപാടി തന്നെയാണ്. നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറേ നമ്മൾ യുദ്ധം ചെയ്യണം. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി, നമ്മുടെ ചിന്തകളുടെ വിശുദ്ധി, ഇതെല്ലാം ദൈവ ആരാധനയ്ക്ക് പ്രധാനപ്പെട്ടത്. അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ശരീരത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി, എല്ലാം അത്യാവശ്യമാണ്. ദൈവത്തെ നമ്മൾ ചിന്തിക്കും, നാവ് കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ പോരെ? നോ, നാവ് കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ പോരാ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ വായിച്ചു. റോമ 12-ാം അധ്യായം 1-2 വചനങ്ങൾ വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയേ. റോമ 12-ാം അധ്യായം 1-2 വചനം വായിച്ചു നോക്കിയേ. ആകയാൽ സഹോദരരെ അനുസ്മരിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. അടുത്ത വായിച്ചു നോക്കിയേ. ഇതായിരിക്കണം നിങ്ങളുടെ ആരാധന. വലിയ അർത്ഥമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ശരീരത്തിൻ്റെ പാപങ്ങൾ, പലതരത്തിലുള്ള ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് എനിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഒരു അതിശയോക്തിയുമില്ല. മദ്യപാനം, ആ പരിപാടി, ഈ പരിപാടി, ചൂതാട്ടം, ഗ്രാംബ്ലിങ്, എല്ലാ പരിപാടികളും ചെയ്തിട്ട് എനിക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, ദൈവത്തെ വിളിക്കാൻ തോന്നുന്നില്ല, ഒരതിശയോക്തിയും വേണ്ട. കാരണം ഇത് വചനം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ആകയാൽ സഹോദരരെ,
ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിക്കണം. വചനം വായിച്ചു നോക്കിയേ, അതുപോലെ വായിച്ചു നോക്കിയേ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ച് ഞങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി നമ്മുടെ ശരീരത്തെ ഒരു ബലി പോലെ സമർപ്പിക്കണം. ഒരു ബലിയിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പം നമ്മളുടെ വിശുദ്ധ ബലി കുർബാനയിലാണെങ്കിൽ അപ്പവും വീഞ്ഞും നമ്മൾ സമർപ്പിക്കുന്നു. ഇതുപോലെ അർപ്പിക്കപ്പെടേണ്ട ശരീരരക്തങ്ങളിലൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ബോധ്യങ്ങളെയും സമർപ്പിക്കുവാനായിട്ട് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക. ശരീരത്തെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള വസ്തുവാക്കി ദൈവാരാധനയ്ക്കുള്ള ഒരു മേഖലയാക്കി നമ്മൾ കാണണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു നാവിൽ നിന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകളും അതിനെതിരായിട്ടുള്ള പ്രവർത്തികളും പറയരുത്. ഒരു കൈകൾ കൊണ്ട് തന്നെ ഇത് രണ്ടും ചെയ്യരുത്. ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് ഇത്. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അസിസിയിൽ അവിടെ കാർലോക്റ്റിസ് എന്ന് പറയാൻ നമുക്കറിയാം, വിശുദ്ധനാവാൻ സെപ്റ്റംബർ മാസത്തിലേക്ക് ഇനിയും വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ കൊച്ചു സഹോദരൻ്റെ അടുക്കൽ പോയി. നിങ്ങൾ പോയിട്ടുണ്ടാവും, കുറച്ച് പേരൊക്കെ ഇറ്റലിയിൽ പോയിട്ടുണ്ടാവും. ഇവിടുവരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാർലോക്റ്റിസ് 16 വയസ്സിൽ മരിച്ച ആ കാർലോക്റ്റിസ് ശരീരം അതുപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ മരിച്ച് കിടക്കുന്നത് പോലെ തന്നെ, ഒരു ചുളിവുമില്ല, ഒരു പ്രശ്നവുമില്ല, നല്ല കുട്ടപ്പനായിട്ട് കിടക്കുകയാണ്. കാരണം എന്താ? ജീവിതകാലം മുഴുവനും ദൈവത്തെ അറിഞ്ഞ കാലഘട്ടം മുഴുവനും ദൈവാരാധനയ്ക്കായിട്ട് ആ മകൻ, ആ ചെറുപ്പക്കാരൻ ജീവിതത്തെ മാറ്റിവെച്ചു. ദൈവാരാധനയ്ക്കായിട്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും മുഴുവൻ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ ആ ശരീരം അഴുകാത്ത രീതിയിൽ കർത്താവ് ഇന്ന് ജനത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചിരിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ആരാധിക്കുക. നിങ്ങൾ ആർസിൽ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ആ ശരീരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അഴുകാത്ത ശരീരം അതുപോലെ തന്നെ ഇരിക്കുകയാണ്. വിശുദ്ധ സിസിലിയുടെ ശരീരം ഇതുപോലെ തന്നെ റോമിലുണ്ട്. അഴുകാത്ത ശരീരങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. കാരണം എന്താ? ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ച വ്യക്തികൾ എത്ര ഇൻകറപ്റ്റബിൾ ബോഡി, എത്രയോ പേരുടെ ശരീരം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കാണാൻ സാധിക്കും. കുറേയേറെ വിശുദ്ധരുടെ ശരീരങ്ങൾ ഇന്ന് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശരീരം ഗോവയിലുള്ളതുപോലെ അഴുകാത്ത ശരീരങ്ങൾ. കാരണം ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിച്ചവരെ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുക. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നീ ദൈവത്തെ ആരാധിക്കണം. അത് കൽപ്പനയാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വചനം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയും, നമ്മൾ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് എന്താ സംഭവിക്കുക? വചനം വായിച്ചു നോക്കിയേ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങൾ ഇങ്ങനെ വചനം വായിച്ചാൽ ഉള്ള ജീവനും കൂടെ പോകുന്നില്ല, പെട്ടെന്ന് തന്നെ പെട്ടിയിലാവും. ദൈവവചനം വായിക്കുമ്പം പോലും ഒരു തണുത്ത പ്രകൃതം. അപ്പം പിന്നെ ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഉറക്കെന്ന് വായിച്ചേ. കർത്താവിനെ ആരാധിക്കണം, ആശീർവദിക്കും. ശ്രദ്ധിച്ചേ, നമ്മൾ ചെറിയ കുട്ടികളെ ഇത് വരത്തില്ല. മോനെ, നീ ഇന്ന് 5 മണി വരെ നല്ല കുട്ടിയായിരുന്നാൽ ഞാൻ നിനക്ക് വൈകുന്നേരം വലിയ അപ്പം ഉണ്ടാക്കി തരാം. ഇതുപോലെ ഈശോ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. അടുത്തൊരു വചനം കൂടെ വായിച്ചാൽ കുറച്ചുകൂടി ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത വചനം കൂടെ കാണിക്കാൻ 26 കൂടെ കാണിച്ച്. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, ഗർഭചിത്രം ഉണ്ടാവത്തില്ല എന്ന് വചനം പറയുക. എന്തുണ്ടാവില്ല?
മിസ്കാരേജ് ആണോ എന്താ സാധനം അതുണ്ടാകത്തില്ല. കാരണം എന്താ പറയുക, ഈ മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷനല്ല, അല്ലെങ്കിൽ ഗർഭത്തിൽ എന്തും ആയിക്കോട്ടെ, നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കുറച്ചൊരു കാലഘട്ടം, ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ കുറച്ച് കാലഘട്ടം 8, 9, 10 മാസത്തിനിടയിലുള്ളതാണ് കുഞ്ഞുണ്ടാകുന്നത്. ഈ കുഞ്ഞുണ്ടാകുന്നതിനിടയിൽ പലപ്പോഴും മിസ്കാരേജുകൾ സംഭവിക്കും. ഈ മിസ്കാരേജുകൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് വചനം പറയുന്നത്. കാരണം എന്താണെന്നറിയാവോ, നീ ദൈവത്തെ ആരാധിച്ചാൽ മതി. പക്ഷെ അതിനോട് ചേർന്ന് ഈ വാക്ക് വചനത്തിൽ ഉപയോഗിക്കാൻ പ്രത്യേക കാരണമുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മിസ്കാരേജുകൾ ഉണ്ടാവും. ഒരു ധ്യാനം കൂടി, ഒരു കൺവെൻഷൻ കൂടി, ഒരു പ്രാർത്ഥന കേട്ടു, ഒരാഴ്ച 2 ആഴ്ച നമ്മൾ ദൈവത്തോട് കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നല്ല ശുശ്രൂഷയിലേക്ക് കൃപയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബ്ലൂം. കാരണം എന്താണെന്നറിയാവോ, ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല. ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ കുറേ കൃപകൾ ലഭിച്ചു, പ്രാർത്ഥനയുടെ കൃപകളും വചനത്തിൻ്റെ കൃപയൊക്കെ ലഭിച്ചു. പക്ഷെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ മിസ്കാരേജ് സംഭവിക്കും. ഗർഭചിത്രം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആധ്യാത്മിക ജീവിതത്തിൽ നിലനിൽപ്പോടുകൂടി ദൈവത്തെ നിനക്ക് സ്നേഹിക്കണമെന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടോ? ദൈവമായിട്ട് ഒരു ബന്ധം നിനക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടോ? തുടരെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവമായിട്ടുള്ളൊരു ബന്ധം നീ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ മാത്രം ഞാൻ അത്ര വിശുദ്ധനൊന്നുമല്ല, ഞാൻ പാപിയാണ്, കഷ്ടപ്പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വട്ടാഴ്ചന് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ശുശ്രൂഷയിൽ കടന്നു വന്നപ്പോൾ അലൻ എന്ന് പറയുന്ന ഒരു പയ്യനെ അച്ഛന് ലണ്ടനിൽ വെച്ച് പരിചയപ്പെട്ടു. ഈ പയ്യന് എല്ലാ തരത്തിലും, ഇല്ലെങ്കിൽ അന്നത്തെ പ്രായത്തിൻ്റെതായുള്ള കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ചെയ്ത് ഈശോയെ സ്നേഹിക്കാതെ നടക്കുന്ന ഒരു പയ്യനായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ, ആ ചെറുപ്പക്കാരനെ ഈശോ അച്ഛനിലൂടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൈഡ് പാർക്കിലൊക്കെ ചെന്ന് 10-18 വയസ്സിനുള്ളിൽ ഹൈഡ് പാർക്കിൽ ലണ്ടനിലൊക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് ഈശോയെക്കുറിച്ച് പറയത്തക്ക രീതിയിലുള്ള ധൈര്യം ഈ മകനിലേക്ക് ഈശോ നൽകുകയാണ്. പക്ഷേ ഒരു പ്രത്യേക കാരണത്താൽ അദ്ദേഹം പിന്നീട് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കേരളത്തിൽ വെച്ച് അദ്ദേഹം സെമിനാറിലായിരിക്കുമ്പോൾ മരിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈ മകനെ മാറ്റുവാനായിട്ട് ദൈവാരാധന ഉപയോഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അട്ടപ്പാടിയിലുള്ളപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമാണ്. അലൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേക, അവരിലൂടെ തന്നെ അനേകം പേര് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അങ്ങ് തുടങ്ങും. കുറേയേറെ പേര് ദൈവത്തെ സ്തുതിച്ച് ആടി ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണരാത്തത് കൊണ്ട് ഒരു ദേശം തന്നെ ദൈവത്തെ ആരാധിക്കാതെ പോകുന്നുണ്ടാവും. ഒരു കുടുംബിനി ഉണരാത്തത് കൊണ്ട്, ഒരു കുടുംബസ്ഥൻ ഉണരാത്തത് കൊണ്ട് തലമുറകൾ ദൈവത്തെ ആരാധിക്കുവാൻ മറന്നുപോയ ഒരു രാജ്യത്താണ് നമ്മളായിരിക്കുന്നത്. ഒരു കുടുംബത്തിലുള്ള വ്യക്തി, ഒരു കുടുംബം ദൈവത്തെ ആരാധിക്കുവാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇന്ന് പള്ളികൾ, ആരാധനാലയങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ നീ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് ചെയ്യാത്തത് നമ്മുടെ തലമുറകൾ ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, 70% പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക, അവരെ ഒന്ന് സ്പർശിക്കണം. ഇതാണ് അതിൻ്റെ അകത്തുള്ള പ്രാർത്ഥനകൾ കൂടുതലും. മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളും. കാരണം എന്താ? നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ല, ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സമയമില്ല. ദൈവ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മുടെ അവകാശമല്ല, നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ തന്നെ സമർപ്പണമാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വചനം, പ്രഭാഷകൻ്റെ പുസ്തകം ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 27 വേഴ്സ് 3 പറയുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും.
രണ്ട് കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, കുടുംബ പ്രാർത്ഥനയ്ക്ക്, വ്യക്തിപരമായുള്ള പ്രാർത്ഥനകൾക്ക് നമുക്ക് മടുപ്പുണ്ടെങ്കിൽ, കർത്താവെ അത്തരത്തിലുള്ള തിന്മകൾ കർത്താവെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കർത്താവിനെ വിളിച്ച്, കർത്താവെ എന്നെ സ്പർശിക്കണമേ, കർത്താവെ കുടുംബത്തെ സ്പർശിക്കണമേ, കർത്താവെ കുടുംബത്തെ തകർത്ത് തിന്മകളെ കർത്താവെ എടുത്തു മാറ്റണമേ, കർത്താവെ അവിശ്വാസത്തിന്റെ കല്ലുകൾ ഇല്ലാതെയാവട്ടെ, കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ ആരാധന, ഓ പരിശുദ്ധാത്മാവേ ആരാധന. അച്ഛനോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ തലമുറകളെയും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുവാനോ അങ്ങയെ ആരാധിക്കുവാനോ അങ്ങയെ മഹത്വപ്പെടുത്തുവാനോ എന്റെ ശരീരത്തെയോ എന്റെ കുടുംബത്തെയോ എന്റെ വ്യക്തി ജീവിതത്തെയോ ഞങ്ങളുടെ സമൂഹത്തെയോ തടസ്സപ്പെടുത്തുന്ന തിന്മകളെയും അധികാരങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അവിശ്വാസത്തിന്റെയും മദ്യപാനത്തിന്റെയും മധുരോത്സവത്തിന്റെയും മറ്റു തരത്തിലുള്ള തിന്മകളുടെ കൂട്ടുകെട്ടുകളെയും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും തലമുറകളിൽ നിന്നും ആട്ടി പുറത്താക്കുന്നു. എതിർ പ്രാർത്ഥനകളും എതിർ ചിന്തകളും നിരീശ്വരവാദത്തിന്റെയും എതിർ ചിന്തകളുടെയും ദുരാത്മാക്കൾ യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും തലമുറകളിൽ നിന്നും വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ അനുതപിച്ച് കുമ്പസാരിക്കുവാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ കുടുംബ പ്രാർത്ഥന എത്തിക്കുവാനോ ജപമാല എത്തിക്കുവാനോ മറ്റു തരത്തിലുള്ള വിശുദ്ധ കർമ്മങ്ങൾ ചെയ്യുവാനോ എന്റെ കുടുംബത്തെയോ എന്റെ വ്യക്തി ജീവിതത്തെയോ തളച്ചിട്ടിരിക്കുന്ന തിന്മകളുടെ ശക്തികളോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. തിന്മകളും അധികാരങ്ങളും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഈ സമയം വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ രണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എത്രത്തോളം യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കാമോ കരഞ്ഞ് നിലവിളിച്ച കർത്താവേ, എന്റെ കുടുംബത്തിലേക്ക് ഒരു സ്പർശനം നൽകണമേ കർത്താവേ. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാക്കി മാറ്റണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ച് യേശുവേ, 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 യേശുവേ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ കർത്താവേ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധിക്കപ്പെട്ടിരിക്കും, അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. 18 യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അധികാരങ്ങളെ ശാസിക്കുന്നു. യേശുനാമത്തിൽ അധികാരങ്ങൾ ഈ സമയം വിട്ടുമാറിപ്പോട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ, ഞങ്ങൾ വിടുതൽ പ്രാർത്ഥനയുടെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ, ആരാധനയുടെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ, ദൈവാരാധനയുടെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ, ദൈവവചനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. ആഗ്രഹിച്ച് വിളിച്ച് എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ ദേശത്ത് ആത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. സ്വരമുയർത്തി വിളിച്ച് നാമത്താലേ ബന്ധനങ്ങൾ തകരട്ടെ, ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ.
നാമത്തെ വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കർത്താവ് ഞങ്ങളുടെ